അഭിനേതാക്കളുമായിട്ട് സാർ എങ്ങനെയാണ് ഒരു സംവേദനം നടത്തുന്നത്? ഇത് ചെയ്യുന്ന ക്യാരക്ടറിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുക്കുന്നതും? ഞാൻ ഓരോ നടനും വ്യത്യസ്തനായ ഓരോ വ്യക്തികളാണ്. ഓരോ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. അവർ കണ്ട ലോകം, അവരുടെ പരിചയം, അവരുടെ അഭിനയത്തിൻ്റെ തന്നെ അവരാർജിച്ചിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ വ്യക്തിയെയും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. ഒരു അനുഗ്രഹീതനായ ഒരു നടനെ, അനുഭവസമ്പന്നനായ ഒരു നടനെ കൈകാര്യം ചെയ്യുന്ന പോലല്ല ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരാളിനോട്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ കാസ്റ്റിങ്ങിൽ ആ നടനെ കണ്ടാൽ ആ കഥാപാത്രമാണെന്ന് തോന്നിക്കണം. ഇയാൾ ആ കഥാപാത്രത്തിന് ചേരത്തില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ പകുതി നഷ്ടപ്പെടും. അപ്പോൾ പ്രോപ്പർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള കാസ്റ്റിംഗാണ് അഭിനയത്തിൻ്റെ 50%. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള, അല്ലെങ്കിൽ ഒരു നടനെന്ന നിലയ്ക്ക് സാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് സാറിനോടൊപ്പം വർക്ക് ചെയ്ത നമ്മുടെ പ്രശസ്തനായ നടൻ ശ്രീ മുരളി നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തുമായിട്ട് സാറിൻ്റെ കൂടെയുള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ സ്നേഹപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ നടൻ ശ്രീ മുരളി. എത്ര ഇൻബോൺ ടാലൻ്റ് ഉള്ള ആളായാലും, അല്ലെങ്കിൽ എത്ര ഒരു പ്രഗത്ഭനായ നടനായാലും, നമ്മൾ അയാളൊരു നടൻ എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നത് അയാൾ നല്ല നല്ല കഥാപാത്രങ്ങൾ പ്രേക്ഷകൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോഴാണ്. അത് പ്രഗത്ഭരായ സംവിധായകരുടെ കീഴിൽ കൂടെ ആണെങ്കിൽ അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊരു എക്സ്പോഷർ കിട്ടുകയാണല്ലേ. അപ്പോൾ അങ്ങനെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാടുള്ള അവസരങ്ങൾ കിട്ടുകയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ എനിക്ക് അടൂർ സാറുമായിട്ടുള്ള മുരളീധരൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടത്. സാറിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചത്, എങ്ങനെയാണ് അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായതും? സാറിനെ എനിക്ക് വളരെ നേരത്തെ അറിയാം. എന്നെ സാർ അറിയുന്നതിന് വളരെ മുമ്പേ അറിയാം. കാരണം ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം സാറിൻ്റെ പേര് ഞാൻ ആദ്യം ഓർക്കുന്നത് തന്നെ 1973 കേരളകൗമുദി ഓണം വിശേഷാൽ പ്രതിയിൽ സാറൊരു ക്യാമറ ഇങ്ങനെ ആകാശത്തേക്ക് വെച്ചിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സ്വയംവരം വരുന്ന സിനിമ കാണുന്നു. അപ്പോൾ അതുവരെ നമ്മൾ കണ്ട് ശീലിച്ച സിനിമയിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഞാനൊക്കെ അങ്ങനെ കൂടുതൽ സിനിമ ഞാനിപ്പോൾ കണ്ടിട്ടില്ല. പിന്നെ തിരുവനന്തപുരത്തെ ഗൗരവമുള്ള പല വേദികളിലും സാർ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇത് കേൾക്കും. അപ്പോൾ അങ്ങനെ സാറിൻ്റെ സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സിനിമയിലൂടെയും സംസാരത്തിലൂടെയും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ അഭിനയിക്കുന്ന സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മതിലുകൾ എന്ന് പറയുന്ന സിനിമയാണ്. ഈ മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു സ്ഥിരമായി സെൻട്രൽ ജയിലിൽ താമസിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഈ കൂച്ചുവലങ്ങ് ഇട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ കഥാപാത്രത്തിന്, അത്ര കുഴപ്പക്കാരന്. അപ്പോൾ ആരുടെയും അശ്രദ്ധ കൊണ്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്തതിന് കൂച്ചുവലങ്ങ് ഉപയോഗിച്ചില്ല. പക്ഷേ ഇതിൻ്റെ അവസാനമാണ് സാറത് കണ്ടുപിടിക്കുന്നത്. അയ്യോ, കൂച്ചുവലങ്ങ് ഇട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, പിന്നെ ഫ്രെയിം അത്രയൊന്നും വന്ന് കാണത്തില്ല, ഫുൾ ഫ്രെയിം ഇല്ല എന്നുള്ള രീതിയിൽ ആരോ പറഞ്ഞു. അതല്ല, ഈ കൂച്ചുവലങ്ങ് ഇട്ടാൽ വരുന്ന മൂവ്മെൻറ്റിൻ്റെ റെസ്ട്രിക്ഷനും അതല്ലാതും തമ്മിൽ നമ്മുടെ മൊത്തം ബോഡിയിൽ കാണിക്കുന്ന ഭാഗത്തിൽ അതിൻ്റെ ഇത് മനസ്സിലാകാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് റീഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ ബഡ്ജറ്റുള്ള സിനിമയൊന്നുമല്ല. പക്ഷേ എന്നാലും റീഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ സാക്ഷാത്കാരം നടത്തുന്ന ആളിൻ്റെ ഒരു ഉള്ളിലിപ്പ് എന്താണെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം കരുതലോടെയാണ് ഓരോ സെക്കൻഡും ഈ സിനിമയുടെ ഓരോ കഥാപാത്രവും ചെറുതോ വലുതോ എന്നുള്ളതല്ല, അത്ര സൂക്ഷ്മമായിട്ടാണ് അത് ഉൾക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്, എത്ര സൂക്ഷ്മമായിട്ടാണ് അതിനെ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ബോധ്യപ്പെടും. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു വലിയ അനുഭവമാണ്. എനിക്ക് മാത്രമല്ല, സാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും അത് തോന്നുമായിരിക്കും, ഒരു പക്ഷേ തോന്നേണ്ടതാണ്. അതായത് ഒരു മുഖ്യധാരാ സിനിമയിൽ അഭിനയിക്കുന്ന നടൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, ഒന്നാമത് അയാൾ ജെനുവിൻ ഹ്യൂമൻ സിറ്റുവേഷൻസിലൂടെ അല്ല കടന്നു പോകുന്നത്, എക്സാജറേറ്റഡ് സിറ്റുവേഷൻസിലൂടെയാണ് മിക്കവാറും സിനിമകൾ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ ഏതെങ്കിലും പെരുമാറ്റ വിശേഷങ്ങളോ ചലനങ്ങളോ ഒക്കെ ആയിരിക്കാം പ്രേക്ഷകനെ കൂടുതൽ ആകർഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാണിജ്യപരമായ വശമാണ് പ്രധാനം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് ഈ എടുത്താൽ പോകാത്ത വാചകങ്ങളെല്ലാം കൂടെ പറഞ്ഞിട്ട് ഇവിടെ എല്ലാം കൂടെ പെരുത്ത് അങ്ങനെ ഇത് ആവർത്തിക്കുന്നതോടുകൂടി അയാൾ അതിൽ നിന്ന് മുക്തനാവാത്തൊരവസ്ഥ വരും. അയാളൊരു ജെനുവിനിറ്റി അങ്ങനെ മൊത്തം നഷ്ടപ്പെടും.
പിന്നെ ഇത് എല്ലാ ദിവസമുള്ള ജോലിയായിട്ട് മാറുന്നു. അപ്പോൾ അന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആവശ്യമില്ലാത്തിടത്ത് എത്രയോ ഇരട്ടി, ആവശ്യത്തേക്കാൾ എത്രയോ ഇരട്ടിയുള്ള ഇമോഷനെയാണ് ഇയാൾ ഈ ബേൺ ചെയ്ത് കളയുന്നത്. സിനിമയായാലും നാടകമായാലും അത് ഏത് കലാരൂപമായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻറ്റേർണൽ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇമോഷനാണ്. അപ്പോൾ സാറിനെ പോലെ ജീവിതം കാണുന്ന അതിൻ്റെ എല്ലാ സംഗതിയും ഉൾക്കൊള്ളുന്ന ഒരു കലാകാരൻ ആ ഇമോഷൻ്റെ അളവിൽ കാണിക്കുന്ന കയ്യൊതുക്കമാണ് ഈ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന നടൻ്റെ ഏറ്റവും വലിയ രക്ഷയും ഏറ്റവും വലിയ വെല്ലുവിളിയും. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ എല്ലാ ഡയലോഗൊന്നും പറഞ്ഞു കൊടുക്കുക, ആദ്യം മുൻകൂട്ടി കൊടുക്കാറില്ല. മോഡുലേഷൻ കറക്റ്റായിട്ട്, അതായത് അതിനാടകീയതയിലേക്ക് പോകാതെ ജീവിതമാണെന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരവസ്ഥ, ബിഹേവിയർ പാറ്റേൺ എന്ന് നമ്മൾ പറയുന്ന ആ ബിഹേവിയർ എന്ന് മാത്രം പറയാമെന്നുള്ള കാര്യം തന്നെ എനിക്ക് സംശയമുണ്ട്. ശരിക്കുള്ള റിയലിസം അല്ല, അതിൽ നിന്ന് അല്പം മാറി നിൽക്കും. ശരിക്കുള്ള റിയലിസം ഫോട്ടോഗ്രാഫിയാണ്, ജീവിതമാണെന്നൊക്കെ ആധികാരികമായിട്ട് പറയാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം വേണം എന്നുള്ളതാണ് അതിൻ്റെ അളവിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് പ്രധാനം. ഒന്നത്. രണ്ടാമത് ശാരീരികമായിട്ട്, ഇപ്പം ഉദാഹരണത്തിന് പിന്നെ സാത്വികം പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ആംഗികവും. ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സാധാരണ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള നടന്മാർക്ക് തോന്നുമ്പം കൈയടിക്കുകയും തോന്നുമ്പം കൈയെടുക്കാതിരിക്കുകയും അങ്ങനെ ഇതൊരു ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്ന ഒരു ഫീലാണ്. അതല്ല ഇതിൻ്റെ ആവശ്യത്തിന്. ഇപ്പം ഞാൻ തന്നെ സാറിൻ്റെ രണ്ടാമത് ഞാൻ അഭിനയിക്കുന്ന സിനിമ നിഴൽക്കുത്ത്. ഈ നിഴൽക്കുത്തിൽ നമ്മളറിയാതെ ഈ കൈ ഇങ്ങനെ വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ സാറ് പറയുന്നത് ആ കൈയുടെ ആവശ്യമില്ല അവിടെ. അപ്പോൾ നമ്മളെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ മറ്റേ നമ്മൾ കൈയെടുത്ത് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിതത്തിലെ ഒരു മുഹൂർത്തങ്ങളുമായി സംവദിക്കുന്ന, അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ കലാകാരൻ എന്നുള്ള നിലയിൽ അഭിനയിക്കുക നടനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതിൽ വിജയിച്ചാൽ മഹാഭാഗ്യമാണ്. അത് ഈ ചില ഗസ്റ്റേഴ്സൊക്കെ സാർ വേണ്ടെന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞില്ല. അത് എന്തുകൊണ്ടാണ് സാർ? ആ നടൻ ആ കഥാപാത്രത്തിൻ്റെ ചില സ്വഭാവങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു സാറിന് തോന്നുന്നുണ്ടാണോ അങ്ങനെ? അല്ല, നമ്മൾ ഈ മൊത്തത്തിൽ നമ്മുടെ പിന്നെ കൊമേഴ്ഷ്യൽ സിനിമയിൽ, നമ്മുടെ പോപ്പുലർ സിനിമയിൽ കാണുന്ന ഒരു വലിയ അപരാധം മുരളി പറഞ്ഞതിൻ്റെ കൂട്ട് ഈ കൈയുടെ ഉപയോഗമാണ്. ഒരിക്കലും ആ ക്യാരക്ടറിന് ചേരാത്ത രീതിയിൽ കൈ ഇങ്ങനെ അനക്കുക. എനിക്ക് തോന്നുന്നു അതൊരു മാനറിസമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പലരും. അതേസമയം കൈ ഓരോ ജസ്റ്റിനും ഓരോ അർത്ഥമുണ്ട്. അതിൽ ഇങ്ങനെ കൈ കാണിക്കുന്നത് അതിനൊരർത്ഥമുണ്ട്, ഇങ്ങനെ കൈ കാണിച്ച് സംസാരിച്ച ഒരർത്ഥമുണ്ട്, കൈ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് അതിൻ്റെ അർത്ഥമുണ്ട്. ഇത് നമ്മുടെ ഓരോ അംഗവിക്ഷേപങ്ങൾക്കും കൃത്യമായിട്ട് ഇന്ന അർത്ഥമാണെന്ന് ഓഡിയൻസ് അറിയത്തില്ല. പക്ഷേ ഓഡിയൻസിലേക്ക് ഒരു ആശയം കുറേശ്ശെ അവരറിയാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഥാപാത്രമായിട്ട് പലപ്പോഴും ചേരാത്തതായിരിക്കും ഇയാൾ കാണിക്കുന്ന ജസ്റ്റേഴ്സ്. അതായത് കഥാപാത്രത്തിന് പുറത്ത് നിൽക്കുകയായിരിക്കും അയാൾ. അതുകൊണ്ട് അങ്ങനെ ആ ജസ്റ്റർ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. നേരത്തെ മുരളിച്ചേട്ടൻ പറഞ്ഞ പോലെ പൂർണ്ണമായ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കിയിട്ട് സാർ അത് ഒരു നടനെ കൊണ്ട് അങ്ങനെ ഒരു അനുസരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതല്ലെങ്കിൽ അയാളുടെ ഒരു ഇംപ്രൂവൈസേഷന്? തീർച്ചയായിട്ടും. ഇപ്പോൾ മുരളി പോലുള്ളൊരു നടനോട് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കഥാപാത്രത്തിൻ്റെ ചില പ്രത്യേകതകളെ കുറിച്ച് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതെന്താ അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ചില നടന്മാർക്ക് കൂടുതൽ ടേക്ക് എടുക്കുമ്പോൾ അവർക്ക് പ്രയാസമാകും. പ്രത്യേകിച്ച് ഒരുപാട് ആളുകളൊക്കെ ഷൂട്ടിങ് കാണാനുണ്ടെങ്കിൽ. കാരണം അവരുടെ ഈഗോയെ എവിടെയോ സ്പർശിക്കുന്ന പോലെ അവർക്ക് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ വളരെ രസമായിട്ട് അവർ പറയും, പടം പുറത്ത് വരുമ്പോൾ ഇത്രാമത്തെ ടേക്കാണെന്ന് ആരും അറിയത്തില്ല. ഇറ്റ് വിൽ ബി നോൺ ആസ് യുവർ പെർഫോമൻസ്. നടൂർ ബാലകൃഷ്ണനാണ് നിൻ്റെ പിന്നിൽ ഇത്രാമത്തെ ടേക്ക് എടുത്തതെന്ന് ആരും പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ ക്രെഡിറ്റിന് വേണ്ടി, നമ്മുടെ മൊത്തത്തിലുള്ള പടത്തിൻ്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അത് ഒരു ആക്ടറെ ഒരിക്കലും ഞാൻ അയാളെ ക്ഷീണപ്പെടുത്താനോ ആളുകളുടെ മുമ്പ് വെച്ച് ഞാനാണ് വലിയ ആളെന്ന് കാണിക്കാനോ ഒരിക്കലും അങ്ങനെ ആ രീതി പെരുമാറത്തില്ല. പിന്നെ ഞാൻ എപ്പോഴും വളരെ നിർബന്ധമായിട്ട് ചെയ്യുന്നത്, ഏത് കൊച്ചോ വലുതോ ഏത് തരത്തിൽപ്പെടുന്ന ആക്ടറായാലും ആദ്യമായിട്ട് വരുന്ന നടനായാലും ഒരു ഡയലോഗ് മാത്രം പറഞ്ഞു പോകുന്ന നടനായാലും ഞാൻ തന്നെയാണ് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എൻ്റെ അസിസ്റ്റൻറ്റിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഒരു പ്രത്യേക രീതി പറഞ്ഞു കൊടുത്ത് പരിശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ വിഷമമാണ് പലർക്കും. അതുകൊണ്ട് ശരിയായ രീതിയിൽ തന്നെ ആദ്യമേ പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഉദാഹരണത്തിന് നിഴൽക്കുത്തിൽ ഞാൻ അഭിനയിക്കുന്ന ഒരു പൂട്ടുന്നൊരു രംഗമുണ്ട്. പൂട്ടുന്ന നമ്മളവിടെയൊക്കെ വയൽ പൂട്ടുക എന്ന് പറയാം, അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇയാളുടെ മനസ്സിൽ എന്തോ ഒരു സംഭവം കിടപ്പുണ്ട്. ഇയാൾ സത്യത്തിനൊരു ഈ ഉഴുക എന്ന് പറഞ്ഞാൽ വളരെ ബാഹ്യമായ ഒരു ക്രിയ മാത്രമേ ആവുന്നുള്ളൂ. ഇയാളുടെ മനസ്സ് അതിനകത്തേ ഇല്ല. ഇയാളുടെ മനസ്സിലുള്ളത് വേറൊരു സംഗതിയാണ്. അതിനകത്ത് അനിയത്തി കുട്ടിയായിട്ടുള്ളൊരു അടുപ്പമാണ്, ഒബ്സഷനാണ്.
അപ്പോൾ ഇയാൾ ഈ ഒഴുകുന്നതിനിടയ്ക്ക് ഇയാൾ അറിയാതെ ഈ സൂര്യനെ നോക്കുന്നുണ്ട്. അപ്പോൾ സമയം കുറേ ആയിരിക്കുന്നു. ഇയാൾ അറിയാതെ ഈ കലപ്പെന്ന് പറയുന്ന തടി ഇയാളുടെ കയ്യിൽ നിന്ന് ഓടി അങ്ങ് പോവുക. അത് കഴിഞ്ഞ് ഇയാൾ നോക്കുമ്പോഴാണ് ഇത് പോയി എന്നുള്ള അറിയുന്നത്. ഇത് അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ ഒരു 25 ഡയലോഗ് പറയുന്നതിന് എനിക്ക് എത്രയോ എളുപ്പമായിരിക്കും. പക്ഷേ ഇത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നമ്മൾ തന്നെ ആ ഒരു ട്രാൻസിലേക്ക് ഈ ആക്ടർ എത്തേണ്ടി വരും. എന്നുവെച്ചാൽ അത്രയും സൂക്ഷ്മമാണ്. പിന്നെ മുഖാമുഖത്തിൽ ശ്രീമാൻ ഗംഗാധരൻ നായരുടെ കഥാപാത്രം ഇരുന്ന് ഉറങ്ങുന്നത് ആ പടത്തിൽ ഏറ്റവും കൂടുതൽ സമയം അതിൻ്റെ ഒരു കേന്ദ്ര ബിംബമായിട്ട് ആണ് അതിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത്. എന്നോട് പടം കണ്ടിട്ട് റേ പറഞ്ഞു, it really takes courage to make a film on somebody who is sleeping all the time.